നമസ്കാരം. ഗുരുവായൂർ അമ്പലനടയിൽ ട്രെയിലർ റിയാക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 കൊമേഴ്ഷ്യൽ ഹിറ്റ് കോമഡി പടങ്ങളുടെ ഡയറക്ടറും കോമഡി വേഷവും സീരിയസ് വേഷവും സൈക്കോ വേഷവും നല്ല ഭംഗിയായി ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്ന, അതിലുപരി നല്ലൊരു ട്രോളനും ചളിയനും ഒക്കെയായിട്ടുള്ള ബേസിൽ ജോസഫിന്റെ കൂടെ നമ്മുടെ സ്വന്തം രാജുവേട്ടൻ തനിക്ക് അത്രയ്ക്ക് വശമില്ലാത്ത ഒരു കോമഡി അംഗത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈശ്വര ഭഗവാനെ, രാജുവേട്ടന് നല്ലത് മാത്രം വരുത്തണേ. ബേസിലും ദർശനയും പൊളിച്ചടുക്കിയ ജയ് 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 ഹേ എന്ന സിനിമയുടെ റൈറ്ററും ഡയറക്ടറുമായ വിപിൻ ദാസ് ആണ് ഈ ചിത്രം ഒരുക്കുന്നത്. ഈ ചിത്രത്തിന്റെ ടൈറ്റിലിൽ നിന്ന് തന്നെ ഏകദേശം തീം നമുക്ക് വ്യക്തമാകും. അതായത് ഗുരുവായൂർ അമ്പലത്തിന്റെ ചിത്രവും താഴെ ഒരു താലിമാലയുമാണ് കാണിച്ചിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചുള്ള ഒരു വിവാഹത്തിന്റെ കഥയാവാനാണ് സാധ്യത. ട്രെയിലറും ഏകദേശം ഈ രീതിയിൽ തന്നെയാണ് കൺവേ ചെയ്തിരിക്കുന്നത്. പഞ്ചപാവവും സാധുവുമായ ആനന്ദനായി പൃഥ്വിരാജും മിടുക്കനും തന്ത്രശാലിയുമായ കൈതോലപ്പറമ്പിൽ വിനു രാമചന്ദ്രനായി ബേസിലും ഈ ചിത്രത്തിലെത്തുന്നു. രണ്ടുപേരുടെയും നല്ല പ്ലസന്റ് മൂഡിലുള്ള എനർജറ്റിക് പെർഫോമൻസ് ആണ് നമുക്ക് ട്രെയിലറിലുടനീളം കാണാൻ സാധിക്കുന്നത്. ട്രെയിലറിന്റെ തുടക്കത്തിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്നത് കാണുന്നുണ്ടെങ്കിലും ട്രെയിലറിന്റെ മിഡിലിൽ ഡ്രൈവിംഗ് ലൈസൻസിലെയും അയ്യപ്പനും കോശിലെയും പോലെ ഒരു ഒടക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ട്രെയിലറിന്റെ എൻഡിൽ ആനന്ദേട്ടന് മുൻപിൽ തോൽവി സമ്മതിക്കുന്ന വിനുവിനെയും നമുക്ക് കാണാൻ കഴിയും. അതായത് പടത്തിൽ രണ്ടുപേരും ഹീറോയും ആന്റി ഹീറോയുമായി മാറി മാറി സ്കോർ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതേപോലെ വിപിൻ ദാസിന്റെ സിനിമയായതുകൊണ്ട് പുരോഗമനപരമായ ചില ആശയങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കളായി ട്രെയിലറിൽ കാണിക്കുന്നത് അനശ്വര രാജനെയും ജഗദീഷ് ചേട്ടനെയും ബൈജു ചേട്ടനെയും ഒക്കെയാണ്. അനശ്വരയായിരിക്കും ബേസിൽ കെട്ടാൻ പോകുന്ന പൃഥ്വിരാജിന്റെ അനിയത്തി. അനശ്വരയുടെയും വളരെ ഫണ്ണി ആയിട്ടുള്ള 2 സീനുകളാണ് ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ജഗദീഷ് ചേട്ടനെയാണ്. പൃഥ്വിരാജിന്റെ അച്ഛന്റെ വേഷം ആണെന്ന് തോന്നുന്നു. ഏതായാലും ബേസിൽ വന്ന് നല്ല ഭംഗിയായി സോപ്പിടുന്ന സീനൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബൈജു ചേട്ടനെയും താൻ കേസ് കൊടുക്കിലെ ജഡ്ജി ചേട്ടനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. അനശ്വരയുടെ അമ്മാവന്മാരോ ചിറ്റപ്പന്മാരോ ഒക്കെ ആയിരിക്കും. ഇത്രയും പേരെയൊക്കെ കണ്ടപ്പോൾ ഫ്ലവേഴ്സ് ടിവിയിലെ ചക്കപ്പഴം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാകണേ എന്ന് ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ നമ്മുടെ രോമാഞ്ചത്തിലെ ഈ 2 പേരെയും നമ്മൾ ട്രെയിലറിൽ കാണുന്നുണ്ട്. രോമാഞ്ചത്തിൽ വളരെ ഭംഗിയായി സ്കോർ ചെയ്തവരാണ് ഇവർ 2 പേരും. എന്തായാലും പടം ഒരു ശുഭ പര്യവസാനിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ട്രെയിലറിന്റെ അവസാനം യോഗി ബാബുവിനെ എല്ലാം കാണിച്ചുകൊണ്ട് ഒരു റിസപ്ഷൻ സോങ് കാണിക്കുന്നുണ്ട്. അതിനർത്ഥം ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് കുറെ ട്വിസ്റ്റുകൾക്കൊടുവിൽ 2 പേരുടെയും പ്രശ്നമെല്ലാം പരിഹരിച്ച് കല്യാണം ഭംഗിയായി നടന്നു എന്നാണല്ലോ. ഈ വരുന്ന മെയ് 16-ാം തീയതി ഇവരെല്ലാം ചേർന്ന് തിയേറ്റർ ഒരു പൂരപ്പറമ്പാകട്ടെ എന്ന് നമുക്ക് വിഷ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.